ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരാണ്, ജനപ്രതിനിധിയാണ് പിന്നീട് മന്ത്രിയാവുന്നത്. തങ്ങളെ ചുമതലപ്പെട്ട വകുപ്പിന്റെ ഒരു മന്ത്രിയോട് ഞങ്ങൾക്ക് കൂലി കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നത് ആ രീതിയിൽ ഒരു ക്രൈമാണോ ശ്രീ അനുരാഗ്? അല്ല, കൂലി കിട്ടില്ല എന്ന് പറയണതിന് കുഴപ്പമില്ല. പക്ഷെ അത് അവര് എന്താണെങ്കിൽ അത് എന്താ പറയാ, ഒരു ബഹളത്തില് കൂടെയല്ല ചെയ്യേണ്ടത്. ആ ബഹളം ഉണ്ടാക്കിയത് ആരാണെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇന്ത്യയിൽ എൻക്വയറി നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലും നമുക്ക് കൃത്യമായിട്ട് ആരും അതെന്താണെങ്കിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. അതിന്റെ പേരിൽ മാത്രമുള്ള പരാതി. മന്ത്രിയെ ഈ ആളുകൾ കാണുന്നത് തടയാനും അവരെ അവിടെ നിന്ന് നീക്കാനും ഒക്കെയുള്ള ശ്രമം അന്ന് നടന്നിരുന്നു. ഇല്ല, മന്ത്രി കുറെ ആൾക്കാരെ നേരിട്ട് കണ്ട് അവരുടെ പരാതികൾ സ്വീകരിക്കുകയും ഉണ്ടായി. പക്ഷെ അതിനെ തടസ്സപ്പെടുത്താൻ കുറെ ആൾക്കാർ ബഹളം ഉണ്ടാക്കി, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ മന്ത്രിയെ സമീപിച്ച് പരാതി പറയാൻ ഇവർ ശ്രമിച്ചപ്പോൾ അത് തടയാൻ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ ചിലർ ശ്രമിച്ചു. അതാണ് ചെറിയ തോതിലെങ്കിലും അവിടെ ചെറിയൊരു ബഹളത്തിന് കാരണമായത്. കുറെ അധികം നാളുകളായി അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണോ? എത്ര നാളായി അവർക്ക് ശമ്പളം ലഭിച്ചിട്ട്? അവർക്ക് ഇപ്പൊ നിലവില് STS ജീവനക്കാർക്ക് ഒരു മാസത്തെ കഴിഞ്ഞ ജൂലൈ മാസത്തെ ശമ്പളം മാത്രമേ കൊടുക്കാനുള്ളൂ. കാസ്റ്റ് ജീവനക്കാർക്ക് ജൂൺ മാസത്തെ 10 ശമ്പളവും ജൂലൈ മാസത്തെ ശമ്പളവും ഉണ്ട്. അത് ഇപ്പൊ തന്നെ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഡോക്ടർ അനിൽ രാജ്, ഇപ്പൊ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇതിപ്പോ ജൂൺ മാസത്തെ ശമ്പളം, ജൂലൈ മാസത്തെ ശമ്പളം ഒക്കെ ഓഗസ്റ്റ് 15 നമ്മളൊരു സ്വാതന്ത്ര്യ ദിനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് കൊടുക്കാത്തത്. അല്ല, അത് ഫണ്ട് വരുന്ന മുറയ്ക്ക് നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ ശമ്പളം കൊടുക്കാൻ തന്നെ ശ്രമിക്കുന്നു. അപ്പൊ അത് ജീവിതത്തിലെ ദൈനംദിന പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്ന മനുഷ്യർ അതൊന്ന് ചൂണ്ടിക്കാട്ടുന്നത് ഒരു ക്രൈമാണോ? ഇല്ല, ഒരിക്കലല്ല. പക്ഷെ അതെന്താണെങ്കിലും മാഡത്തിന്റെ അടുത്ത് അവർക്ക് സമാധാനപരമായിട്ട് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കുറെ പേര് കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് കുറച്ച് വേറെ കണ്ടാലറിയാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റിയില്ല. എന്താണെങ്കിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരിൽ ബഹളം ഉണ്ടാക്കിയെന്ന് മാത്രമേ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ആരെ പേരിലോ അല്ലെങ്കിൽ ആരെ പ്രത്യേകം എടുത്തു പറഞ്ഞ് ഇന്ന ജീവനക്കാരാണെന്നോ അല്ലെങ്കിൽ വേറെ ആരാണെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ മന്ത്രിയെ സമീപിച്ച് പരാതി പറയാൻ ഇവർ ശ്രമിച്ചപ്പോൾ അത് തടയാൻ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ ചിലർ ശ്രമിച്ചു. അതാണ് ചെറിയ തോതിലെങ്കിലും അവിടെ ചെറിയൊരു ബഹളത്തിന് കാരണമായത്. എനിക്കറിയില്ല ആരാണ് കൃത്യമായിട്ടുണ്ടായത്. ഞാൻ ആ മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ ഒന്നും ഇതുണ്ടെങ്കിൽ എന്താ പറയാ, ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റിയില്ല. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏതാണ്ട് 500ഓളം കരാർ ജീവനക്കാരുണ്ട്. അതിൽ ശുചീകരണ തൊഴിലാളികളുണ്ട്, നഴ്സുമാരുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ്മാരുണ്ട്, എക്സ്റേ ടെക്നീഷ്യന്മാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയുണ്ട്. ഇവരെല്ലാവരും കൂട്ടത്തോടെ ചേർന്ന് മന്ത്രിയോട് പരാതി പറയുകയായിരുന്നു കഴിഞ്ഞ 2 മാസമായി തങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ലെന്നത്. പക്ഷേ മന്ത്രിയെ സമീപിച്ച് പരാതി പറയാൻ ഇവർ ശ്രമിച്ചപ്പോൾ അത് തടയാൻ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ ചിലർ ശ്രമിച്ചു. അതാണ് ചെറിയ തോതിലെങ്കിലും അവിടെ ചെറിയൊരു ബഹളത്തിന് കാരണമായത്. പക്ഷേ ഇതിന് പിന്നാലെ കേസെടുത്തത് ഈ കരാർ ജീവനക്കാർക്കെതിരെ മാത്രമാണ്.